നമസ്കാരം. വെരിക്കോസ് വെയിൻ കാരണം അസഹ്യമായിട്ടുള്ള വേദന അനുഭവിക്കുന്നവരാണ്, ഭാവിയിൽ അമിതവണ്ണം കാരണം വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒരുപാടേറെ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഉൾപ്പെടുത്തിയിട്ട് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദേജൻ. ഇതിൽ ഒന്നാമത്തേത് ചിഞ്ചാതി തൈലം എന്നുള്ളൊരു തൈലമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായി വരും. കാരണം ഇത്തരം വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതി ഇവിടെയുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കണം. ഉറങ്ങുന്നതിന് മുൻപൊക്കെയാണ് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാകുന്ന മസിൽ കയറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ജോയിൻറ്റിലൊക്കെ തന്നെ സ്റ്റിഫ്നെസ്, അനക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടെങ്കിലോ അവിടെ നീർക്കെട്ടോ വേദനയോ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും വീക്കം അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അൾസർ വന്നിട്ടുള്ളതിന് ഒരുപാട് സ്റ്റേജുകളുണ്ട്. ലാസ്റ്റ് 5 or 6 സ്റ്റേജൊക്കെ ആകുമ്പോഴത്തേന് ഇത് അൾസറും ബ്ലീഡിങ്ങും ഒക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കേസുകാർ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ ചിഞ്ചാതി ജലം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ പകർത്തിയാലും മതി. അതിനുശേഷം നമുക്ക് കൈവെള്ളയിലിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ അത്തരം ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് വളരെ മൈൽഡായിട്ടുള്ളൊരു പ്രഷറേ കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടയുടെ ഭാഗങ്ങളിൽ നിന്നാണ്. ഈ വെയിൻസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് മുട്ടിന് കീഴോട്ടാണ് ഇത്തരം വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെ, അതായത് മുട്ടിൻ്റെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് അപ്ലൈ ചെയ്യണം. അതായത് തുടയുടെ ഭാഗത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, പതിയെ മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഉപ്പൂറ്റിയുടെ മുകൾ ആ ഒരു വശം ഉണ്ടല്ലോ, അവിടെ നിന്നും പതിയെ മുട്ട് വരെ അപ്ലൈ ചെയ്യുക. നമ്മുടെ രോമം വളരുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സാധാരണ ചെയ്യുന്നത് പോലെയുള്ള മസാജല്ല, അങ്ങനെ ചെയ്യുക. അതിനുശേഷം മൂന്നാമത് വിരലുകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിരലിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് നമ്മുടെ തുടയിടുക്ക് വരെ ആ ഭാഗത്തേക്ക് വരെ പതിയെ മസാജ് ചെയ്യുക. ഇങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു പിടി പുളിയിലിട്ട് തിളപ്പിച്ച വെള്ളം സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ കാല് പതിയെ ഈ ഒരു വലിയ പാത്രം എടുത്തിട്ട് ഈ പുളിയിലെ വെള്ളത്തിലേക്ക് കാല് മുക്കി വയ്ക്കുക. ചൂടുള്ള വെള്ളം ആവരുത്, വളരെ നേരിയ ചൂടേ പാടുള്ളൂ. എന്നിട്ട് പതിയെ ഒരു കപ്പോ വല്ലതും എടുത്തിട്ട് നമുക്ക് മുട്ടിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് എവിടെയാണോ നിങ്ങൾക്ക് വേദനയുള്ളത് ആ ഭാഗത്തുനിന്ന് ധാര കോരുന്നത് പോലെ, അതായത് പതിയെ പതിയെ ഇങ്ങനെ ആ വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. താഴെ വീഴുന്ന ആ പാത്രത്തിൽ വീഴുന്ന അതേ വെള്ളം തന്നെ നമുക്ക് വീണ്ടും ഇതേപോലെ ചെയ്യാനായിട്ട് എടുക്കാം. ഇതൊന്നും ഒട്ടും ചിലവില്ലാത്ത കാര്യങ്ങളാണ്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് കിടന്നാൽ നിങ്ങൾക്ക് ഈ മസിൽ കയറ്റം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. കൂടാതെ ഈ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലൊരു പ്രതിവിധി കൂടിയാണ്. നമ്മുടെ കാലിൽ നിന്ന് ബ്ലഡ് ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ചാനലാണല്ലോ ഈ വെയിൻസ്. അപ്പോൾ ഇത് വല്ല ബ്ലോക്കോ ഡിഫക്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് പോവാണ്ട് കാലിൽ തന്നെ കെട്ടിക്കിടന്ന് അങ്ങനെയാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള സമയത്ത് ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും, നീരുണ്ടാവും, മുറിവ് കളറിന് വ്യത്യാസം വരാം, പാദത്തിന് ഒക്കെ തന്നെ കളറ് മാറ്റം വരാം. ഇതിൻ്റെ ചില കാരണങ്ങളിൽ പ്രായം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരാം, അമിതവണ്ണം ഉണ്ടെങ്കിലോ, ഒത്തിരി സമയം ഇരിക്കുകയും ഒത്തിരി സമയം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ജോലിയാണെങ്കിലോ, ഗർഭധാരണ സമയത്ത് അമിതമായിട്ട് വെയിറ്റ് കാലുകൾ താങ്ങുന്നത് കൊണ്ടോ ഒക്കെ തന്നെ വരാം. ഇതിന് ഒരു 6 സ്റ്റേജ് വരെ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജിൽ ഒരു സ്പൈഡർ വെയിൻ പോലെ ചെറുതായിട്ട് കാണും. രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഒന്ന് വീർത്ത് പോലെ വരും. ചൊറിച്ചിലും എരിച്ചിലോ കഴപ്പോ വേദനയോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഇനി സ്റ്റേജ് 3 ആകുമ്പോഴത്തേന് കുറച്ച് വീക്കം വരും. കാലൊക്കെ ഉയർത്തി വെച്ചാൽ ആ വീക്കം പോവുകയും ചെയ്യും. ആ നീർക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ മാറും. പിന്നെ സ്റ്റേജ് 4 ആണെങ്കിൽ തൊലിയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിലൊക്കെ വ്യത്യാസം വരാൻ തുടങ്ങും. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു റെഡിഷ് ബ്രൗൺ ആയിരിക്കും, പിന്നെ ബ്ലാക്ക് ആയിട്ട് മാറും. സ്റ്റേജ് 5 or 6 ഒക്കെ അൾസർ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ മുറിവും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ പിണ്ടതൈലം അല്ലെങ്കിൽ സഹജരാതി തൈലം, ബൃഹത് പിണ്ടതൈലം, മുറിവെണ്ണ, ഇങ്ങനെയുള്ള എണ്ണകളൊക്കെ നമുക്ക് ഈ ചിഞ്ചാതി തൈലം അല്ലാതെ മറ്റുള്ള ഇത്തരം എണ്ണകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ അവസ്ഥയ്ക്കനുസരിച്ച് മാറ്റം വരും. ഇനി അതേപോലെ തന്നെ ഇതിൽ ചില
ഗുഗുലു പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില കഷായ പ്രയോഗങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഗുഗുലു തിക്തകം കഷായം, പടോല കടുരോഹിണ്യാദി കഷായം, അല്ലെങ്കിൽ പുനർനവാദി കഷായം, വരുണാദി കഷായം, ഇങ്ങനെ ഒരുപാടേറെ കഷായങ്ങളും രാസ്നാദി ഗുഗുലു, കാഞ്ചനാര ഗുഗുലു, ത്രിബലാദി ഗുഗുലു, കൈശോര ഗുഗുലു, ഇങ്ങനെയുള്ള ഒരുപാടേറെ ഗുഗുലുകളുടെ പ്രയോഗങ്ങളും അങ്ങനെ പല വിധത്തിലുണ്ട്. അത് ഓരോരുത്തരുടെ രോഗാവസ്ഥയ്ക്കും പ്രകൃതിക്കും ഒക്കെ അനുസരിച്ച് മാറ്റിമറിഞ്ഞും ഒക്കെ തന്നെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില ഇൻറ്റേർണൽ മെഡിക്കേഷൻസിന് കൂടെ തന്നെ ചില പഞ്ചകർമ്മ പ്രൊസീജിയറും കൂടെയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിരാവിധം പോലുള്ള, അത് നമ്മുടെ നീഡിൽ ഉപയോഗിച്ചിട്ട് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു രീതിയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് കിടത്തി ചികിത്സയായിട്ടൊന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തു തീർന്ന് പഴയപടിയാവാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലീച്ച് അല്ലെങ്കിൽ അട്ട വെച്ചിട്ട് ജലാവചരണം ചെയ്യുന്നൊരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. അത് ഈ വെരിക്കോസ് വെയിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഫൈറ്റോ ഈസ്ട്രജനൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഫ്ലാക്സ് സീഡ്സ് ഡെയിലി ഇത്തരം പ്രശ്നമുള്ളവർ ഉൾപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ വണ്ണം കുറയ്ക്കാനും അമിത വണ്ണം ഉണ്ടെങ്കിലൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നത് കൂടെ ആയിട്ടുള്ള, പിന്നെ ഫൈറ്റോ ഈസ്ട്രജൻ ഉള്ളതുകൊണ്ട് ഈ ഒരു വളരെ ഗുണകരമായിട്ടുള്ളതാണ്. അതുപോലെ നമുക്ക് മുത്തുകൾ ഉണ്ടല്ലോ, കുടങ്ങൽ, ഇതൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, അത് തോരനായിട്ടോ അല്ലെങ്കിൽ ചമ്മന്തിയായിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്നവരുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഇത്തരം വേദനയുള്ള ഭാഗങ്ങളിൽ എരിക്കിൻ്റെ ഇല വെച്ച് കെട്ടുന്നതോ അല്ലെങ്കിൽ മുരിങ്ങ അരച്ചു പുരട്ടുന്നത്, കരിനൊച്ചി ഇല അരച്ചു പുരട്ടുന്നത്, ഇങ്ങനെയുള്ള ലേപ്പം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അല്ലെങ്കിൽ ഉപനാഹം, ജടാമയാദി ചൂർണ്ണം ഉപയോഗിച്ചിട്ടുള്ള ഉപനാഹം ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരം വെരിക്കോസ് വെയിന് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. അതിന് പുറമെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അതായത് വളരെ ഈസി ആയിട്ട് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ അല്ലെങ്കിൽ ചില മൂവ്മെൻറ്റ്സുകൾ എന്ന് പറയാം. കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാൻ പറ്റുമെങ്കിലോ സൈക്ലിങ്ങോ ഇങ്ങനെയുള്ള ചില യോഗ എക്സസൈസുകളോ ഒക്കെ തന്നെ ഫോളോ ചെയ്യാം. അതിന് പുറമെ സൈക്ലിങ് ചെയ്യുന്നത് കിടന്നുകൊണ്ട് തന്നെ കാല്, ഇനിയിപ്പം ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ രാത്രി ബെഡിലേക്ക് കയറി കഴിഞ്ഞാൽ കിടന്നുകൊണ്ട് ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ചെയ്യാം. പതിയെ കാലുകൾ സൈക്കിള് ഓടിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന ഈ ഒരു പ്രക്രിയ ഇതൊരു 10 തവണ ചെയ്യാവുന്നതാണ്. എന്നിട്ട് കാലിന് റെസ്റ്റ് കൊടുക്കാം. കാലിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ. അതുപോലെ രണ്ടാമത്, കാലിന് താഴെ നമ്മൾ തലയിണ വെച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അത് നിങ്ങൾക്ക് ഇത്തരം വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നതോടെയാണ്. അതുപോലെ മൂന്നാമത്തേത്, നമ്മൾ കാഫ് റേസ് എന്ന് പറയും. ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ട് ചുവരിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാം, വീണ് പോവാതിരിക്കാൻ. എന്നിട്ട് ഉപ്പൂറ്റി ഭാഗം നിലത്ത് നിന്നിട്ടും പൊക്കിയിട്ട് ഒരു 2 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് പതിയെ താഴ്ത്തുക. വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യാവുന്നതാണ്. അത് നമ്മുടെ കാഫ് മസിലൊക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ട് രക്തത്തെ തിരിച്ച് ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ കാഫ് മസിലിലാണ് എന്ന് വേണം പറയാൻ. അപ്പം ഇതേപോലെ കാഫ് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വളരെ അത്യാവശ്യവുമാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്. ഇനി അത് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആങ്കിൾ പമ്പാണ്. അതായത് ഈ നല്ല കംഫർട്ടബിൾ ആയിട്ടൊന്ന് ഇരിക്കുക. അതിനുശേഷം ഉപ്പൂറ്റി നിലത്ത് കുത്തിയിട്ട് കാൽവിരലുകൾ മുകളിലോട്ട് പൊക്കുക. ഇങ്ങനെ ഒരു 5 ടൈംസ് ചെയ്യാം. എന്നിട്ട് വിരലുകൾ നിലത്ത് കുത്തിയിട്ട് ഉപ്പൂറ്റി പൊക്കുക. ഇങ്ങനെ ഒരു 5 ടൈംസ്. ഇങ്ങനെ പതിയെ പതിയെ അത് സമയം ഉയർത്തിക്കൊണ്ട് വരാവുന്നതാണ്. ഇനി അടുത്തത് ലെഗ് അപ്പ് ദ വോളാണ്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സർവാംഗാസന ചെയ്യുന്നവരാണെങ്കിൽ അത് മതി. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നന്നായിട്ട് കിടക്കുന്ന സമയത്ത് ബെഡിലോ അല്ലെങ്കിൽ യോഗ മാറ്റിലോ കിടക്കുക. അതിനുശേഷം കാലുകൾ ചുമരിനോട് ചേർത്ത് പൊക്കി വെക്കുക. ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കിടക്കാം. ഇത്രയും ആവശ്യമുള്ളൂ. ഇനി ഇത് ഗ്രാവിറ്റി തിരിച്ചു രക്തത്തിലേക്ക് പമ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. നീരും വേദനയും ഒക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഈ നാഡീ സംബന്ധമായ വേദന, ജോയിൻറ്റ് പെയിന്, മസിൽ പിടിക്കുക, മസിൽ ക്രാമ്പൊക്കെ ഇല്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണിത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.